നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങും, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. നമസ്കാരം. നിയമസഭയിൽ കൈകൾ ഉയർത്തി വിശുദ്ധൻ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത് എന്തിന്റെ സൂചനയാണ്? വിപുലമായ അധികാരമുള്ള ഏജൻസിയാണ് SFIO. 6 അംഗ ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. റെയ്ഡ്, കസ്റ്റഡി, അറസ്റ്റ് അധികാരമുള്ളവർ. അവർ ക്ലിഫ് ഹൗസിൽ റെയ്ഡിനെത്തുമോ? വീണയെ കസ്റ്റഡിയിലെടുക്കുമോ? അറസ്റ്റിലേക്ക് കടക്കുമോ? അറിയില്ല. CPIM പക്ഷേ സമ്മർദ്ദത്തിലാണ്. നേതാക്കളുടെ മുഖത്തെ വരിഞ്ഞു മുറുകിയ ഭാവം എന്തിന്റെ സൂചനയാണ്? ഭാര്യ കമല റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകി. മകൾ വീണ കമ്പനി തുടങ്ങി. വിനീതമായ ഒരു സംരംഭമായി മുഖ്യമന്ത്രി ഇന്നലെ വരച്ചിട്ട ചിത്രം തന്നെയാണോ എക്സാലോജിക്കിൻ്റേത്? അതോ കേന്ദ്രം വരയ്ക്കാനിരിക്കുന്ന ചിത്രം മറിച്ചാകുമോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ഒരു പെൻഷൻ കഥ മാത്രമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു, CPM സഹയാത്രികൻ BN ഹസ്കർ, BJPയിൽ നിന്ന് E കൃഷ്ണദാസ്, കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ എന്നിവരാണ് എൻകൗണ്ടറിൽ അതിഥികളായി തത്സമയം പങ്കുചേരുന്നത്. ആദ്യം ശ്രീ E കൃഷ്ണദാസ്, SFIയോട് അന്വേഷണം ഏതു സ്വഭാവത്തിലുള്ളതായിരിക്കും? ഈ പറയുന്നത് പോലെ റെയ്ഡ്, കസ്റ്റഡി, അറസ്റ്റ് അധികാരമൊക്കെ ഉള്ള വിപുലമായ അധികാരമുള്ള ഏജൻസി എന്നാണ് വിശേഷണ പദങ്ങൾ. അങ്ങനെ ഒരു റെയ്ഡിലേക്ക്, അങ്ങനെ ഒരു കസ്റ്റഡിയിലെടുക്കലിലേക്ക്, ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് SFIO വീണ വിജയനെതിരെ നീങ്ങുമോ? വേണു, ഈ കേസിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് ഇതിലൊരു റെയ്ഡിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ രേഖകൾ കൊണ്ട് തന്നെ എന്താണ് ഇതിൽ നടന്നിട്ടുള്ള അഴിമതി എന്ന് വളരെ വളരെ വ്യക്തമാണ്. ഒരു സംഗതി മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് ഈ സംരംഭം ആരംഭിച്ചത്, അതൊക്കെ ഒരു പക്ഷേ സത്യമായിരിക്കാം. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല. എന്ത് സേവനമാണ് എക്സാലോജിക് കമ്പനി? അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. SFIOയുടെ അടുത്ത നടപടി എന്താണ്? 6 അംഗ ഉന്നത ഉദ്യോഗസ്ഥർ 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയുന്നു. ഹൈക്കോടതി പോലും ഈ വിഷയം 12-ാം തീയതി പരിഗണിക്കാനിരിക്കെ ഈ കാര്യത്തിൽ SFIO തന്നെ അന്വേഷിക്കട്ടെ എന്ന കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കടക്കുന്നത് എന്ത് കണ്ടുകൊണ്ട്? കാരണം കോർപ്പറേറ്റ് ക്രൈമുകൾ, വൈറ്റ് കോളർ ക്രൈമുകൾ SFIOന് മാത്രമേ ഇപ്പോൾ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് SFIO എന്ന ഒരു അന്വേഷണ ഏജൻസി വന്നതിന് ശേഷം കോർപ്പറേറ്റ് ക്രൈമുകൾ മുഴുവൻ അന്വേഷിക്കുന്നത് SFIO ആണ്. സാധാരണ പോലീസോ CBIയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഒന്നും അല്ല അന്വേഷിക്കുന്നത്. 2014-15 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടേഴ്സിന്റെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്ത്, ഇതുമായി ബന്ധപ്പെട്ട അധികാരമുള്ള അന്വേഷണ ഏജൻസി എന്ത്, അതല്ല എന്റെ ചോദ്യം. ഇപ്പോൾ ROCയോട് എന്ത് സമീപനമാണ് വീണ പുലർത്തിയതെന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം. ഇവിടെ ഇപ്പോൾ SIFO, അതിനേക്കാൾ വലിയ വിശേഷണ പദങ്ങളോടെ വരുന്ന പരമാധികാരമുള്ള ഏജൻസി, അവരെന്ത് ചെയ്യും? അല്ല, അവർ അന്വേഷിക്കട്ടെ, അവർക്ക് അധികാരമുണ്ട്. കോർപ്പറേറ്റ് ക്രൈം അവർ എന്ത് ചെയ്യും? വീണയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ എന്ത് ചെയ്യും?
അവരെന്ത് ചെയ്യുമെന്ന് കബഡി നിരത്തി നോക്കാൻ സാധിക്കില്ലല്ലോ. അവര് അല്ല, അവിടെയാണല്ലോ ഈ പറയുന്ന റെയ്ഡിന്റെ സാധ്യതകളില്ല എന്നങ്ങ് പറയുന്നു. കസ്റ്റഡി, അറസ്റ്റ്, അല്ല ഒരു സെക്കൻഡ്, കസ്റ്റഡി, അറസ്റ്റ്, എന്ത് കണ്ടാണ് വീണ ഭയക്കേണ്ടത്? അല്ല ശ്രീ കൃഷ്ണദാസ്, എന്ത് കണ്ടാണ് വീണ ഭയക്കേണ്ടത്? എന്ത് കണ്ടാണ് പിണറായി ആശങ്കപ്പെടേണ്ടത്? എന്ത് കണ്ടാണ് CPM പ്രതിരോധത്തിലാകേണ്ടത്? അത് പറയുമ്പോഴാണ് താങ്കൾ ഇടപെട്ടത്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പണം 1.25 കോടി രൂപ CMRL നൽകുന്ന സമയത്ത് സർക്കാരിൻ്റെ പ്രതിനിധിയായ KSIDCയുടെ നോമിനി ഡയറക്ടർ അവിടെ എതിർത്തിരുന്നുവോ? കാരണം ഈ 1.25 കോടി രൂപ മാസം നൽകുകയാണ്. അപ്പോൾ ഈ 3 വർഷക്കാലത്തേക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഈ KSIDCയുടെ നോമിനി ഡയറക്ടർ ശ്രീ രവിചന്ദ്രൻ ഇതെല്ലാം പഴങ്കഥകളായി നാം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അങ്ങയിലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, ഈ ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നതു മുതൽ ഈ വിഷയത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കുകയാണ്, SIFO അന്വേഷണം ഇത് ഏത് ഘട്ടത്തിലുള്ള ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കലാകുമെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? SFIO വേണു, SFIO അന്വേഷണം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്പനി നിയമം അനുസരിച്ച് നടത്താവുന്ന ഏറ്റവും ഉയർന്ന അന്വേഷണമാണ്. സീരിയസ് ഫ്രോഡുലന്റ് കേസസ് അന്വേഷിക്കുന്ന ബോഡിയാണ്. അതിന് ROC അന്വേഷണം നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനോട് പുലർത്തുന്ന ഒരു സമീപനം പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരോട് നിസ്സംഗമായിട്ട് മറുപടി പറയാതെ ഒഴിയുകയാണെങ്കിൽ അവർക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള അവകാശമുണ്ട്. CBI ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുടെ സഹായം തേടാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ കുറച്ചുകൂടെ പല്ലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് കമ്പനി നിയമപ്രകാരമുള്ള SFIO അന്വേഷണം എന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, അധികം റെയ്ഡൊന്നും നടത്തേണ്ട കാര്യമില്ല, രേഖകളുണ്ടെന്നാണ്. പക്ഷേ നിങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പോൾ 4 മാസം എന്നുള്ളത് 8 മാസമായി ഇതിൻ്റെ അന്വേഷണം സമയം ഉയർത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രേഖകൾ മുൻപിലുള്ള ഒരു കേസാണെങ്കിൽ എന്താണ് ഇത്രയും സമയം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലും പ്രധാനപ്പെട്ടത് അതല്ല വിഷയം. ഞാൻ പറയാൻ വന്നത്, ഇത് യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് ഫ്രോഡല്ല. കോർപ്പറേറ്റ് ഫ്രോഡുലന്റ് കേസിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതയെ, അതിൻ്റെ ഡയമെൻഷനെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് വരച്ചിടുന്ന ചിത്രം ഇത് ഇവിടുത്തെ പൊളിറ്റിക്കൽ കറപ്ഷനാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, നമ്മുടെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കേസിലുള്ളത് അദ്ദേഹം CPM നേതാവാണ് എന്നുള്ളത് കൊണ്ട് ഉള്ള ഒരു പുതുമ ഇങ്ങനെ പ്രകടമായി വരുന്നത് മാറ്റി നിർത്തിയാൽ തന്നെ വരുന്നത് മറ്റുള്ളവരുടെയൊക്കെ ഒരു ബ്ലാക്കായി കൊടുത്ത പൈസയെക്കുറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കേസിൽ അതിനോടൊപ്പം വൈറ്റായിട്ട് കിട്ടിയിരിക്കുന്ന ഈ 1.72 crores ഒരു കണക്കും കൂടി അതിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അത് എക്സാലോജിക്കിനോ ശ്രീമതി വീണ ടിക്കോ കിട്ടിയ പണമായിട്ടല്ല അതിൽ വിവക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ കമ്പനി നിയമത്തിൻ്റെ പരിമിതി കമ്പനിയെക്കുറിച്ച് മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ, അല്ലാതെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവർക്ക് പ്രൊവിഷൻ ഇല്ല. കമ്പനി നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം. അതുവഴി ന്യായമായ ചിത്രം മനസ്സിലാവും. ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പങ്കാളികളായിരിക്കുന്ന അഴിമതിയുടെ ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ ഈ SFIO അന്വേഷണം പോകുന്നില്ല എന്ന പരിമിതി ഉണ്ടെന്ന് പറയുന്നു. ശരി, അപ്പോഴും 1-2 ചോദ്യങ്ങൾ. ഒന്ന്, നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതുപോലെ ROCയുടെ അന്വേഷണവുമായി എങ്ങനെയാണ് ഈ പറയുന്ന KSIDC ആയാലും CMRL ആയാലും വീണയായാലും സഹകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതൊരു നിസ്സഹകരണ പ്രസ്ഥാനമായി മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരമൊരു കാര്യത്തിൻ്റെ ആവർത്തനം SFIO വരുമ്പോൾ ഉണ്ടാകില്ല എന്നങ്ങ് പറയുന്നു. ശരിയാണ്. പക്ഷേ സാർ, ഈ പറയുന്ന ROCയോട് മുഖം തിരിച്ചിരിക്കുന്ന ഇതേ കക്ഷികളുമായി ബന്ധപ്പെട്ട് ROCയുടെ തന്നെ 3 ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ പറയുന്ന 4 മാസം എന്ന വളരെ പെട്ടെന്ന് ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയുന്ന ചുമതല ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പോയത് എന്തുകൊണ്ട്? വേണു, അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. വേണുവിൻ്റെ ചോദ്യത്തോട് ആഡ് ചെയ്ത് ഞാൻ പറയുകയാണ്.
ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ ഇത്ര ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടിട്ട് നാളിതുവരെ ഇതൊരു പൊതു രംഗത്ത് വലിയ ചർച്ചയാകുന്നിടം വരെ എന്തുകൊണ്ട് ഒരു ഏജൻസിയും അന്വേഷണത്തിന് പോയില്ല എന്നുള്ള ചോദ്യവും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുന്ന ഒരു കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയെ തന്നെ ബാധിക്കാവുന്ന ഒരു വിഷയം വന്നിട്ട് അവരതിന്മേൽ മറ്റ് ഏജൻസികളൊന്നും അന്വേഷണത്തിന് മുതിരാതെ? അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്ന രൂപത്തിൽ ഒരു സന്ധിയാണ് ഇതിന്റെ പിന്നിലുള്ളത് യഥാർത്ഥ തിരക്കഥയെങ്കിൽ എന്തിന് ഈ ROC കർണാടക ഈ പറയുന്ന ED CBI അന്വേഷണ ശുപാർശ മുന്നോട്ട് വയ്ക്കണം? അതായത് ഇത് സന്ധിയാണെന്ന് പോലും പറയണമെന്നില്ല. സന്ധി എന്നുള്ളത് ഞാൻ തള്ളിക്കളയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ഒരു സാഹചര്യത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ദുർബലമാക്കിക്കൊണ്ട് കോൺഗ്രസിനെ സഹായിക്കേണ്ട എന്ന് വിചാരിക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം മാത്രമായിരിക്കാം, ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ താല്പര്യം മാത്രവുമായിരിക്കാം. അത് എന്ത് തന്നെയായാലും അത് അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്നത് എന്താണ്? EDയോ CBIയോ വരും എന്ന ഒരു ശുപാർശ ROCയെ കൊണ്ട് കൊടുപ്പിക്കുക വഴി CPM-നെ സമ്മർദ്ദത്തിലാക്കുക. നിങ്ങൾ ഞങ്ങളുടെ റഡാറിലാണ്, അതാണോ ഉദ്ദേശം? അതല്ല വേണു പറഞ്ഞത്. അന്വേഷിക്കാൻ ROCയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇടപാടുകൾ ഫ്രോഡുലന്റ് പ്രാക്ടീസസിൻ്റെ പരിധിയിൽ വരികയാണെന്നേ ന്യായമായി ഏത് ഉദ്യോഗസ്ഥനും പറയാൻ കഴിയുള്ളൂ. ആ അന്വേഷണം അന്വേഷിക്കേണ്ടത് ED ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പണം നിങ്ങൾ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റിൻ്റെ ഉത്തരവ് പരിശോധിച്ചാലും അത് കമ്പനിക്ക് എന്തിനാണ് ചെയ്യാത്ത സേവനത്തിന് CMRL പോലെ ശരിയാണ്. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി ഈ കാര്യത്തിൽ മറ്റ് ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരും ഒരു മുൻകൈ എടുക്കുകയുണ്ടായില്ല എന്ന്. മുൻകൈ എടുത്തത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജിന്റെ പോലും ഹർജി എന്ന് പറയുന്നത് SFIO അന്വേഷണമല്ലേ? അതെ, തീർച്ചയായിട്ടും ഷോൺ ജോർജിൻ്റെ അന്വേഷണം ആവശ്യം പ്രയർ SFIO അന്വേഷണമാണ്. കമ്പനി നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നടത്താവുന്ന ഏറ്റവും വലിയ അന്വേഷണമാണ്. ആ പ്രയറിൽ ഒരു പരിമിതി ഉണ്ട് എന്നാണ് ആദ്യത്തെ ദിവസം മുതൽ ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം അത് കമ്പനി ലോയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ BJPയുടെ അംഗത്വം വരെ കിട്ടുന്ന സ്വീകാര്യതയുള്ള ഷോൺ എന്തിന് പിണറായി വിജയന് താരതമ്യേന ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു അന്വേഷണ സംവിധാനം ഇത് അന്വേഷിക്കട്ടെ എന്ന ഉദാര മനസ്സ് തോന്നേണ്ട കാര്യം? അല്ല, അത് ഉദാര മനസ്സിൻ്റെ പ്രശ്നമല്ല വേണു. നിങ്ങൾക്കൊരു പ്രയർ കൊടുക്കാൻ ഒരു ED അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോകാനുള്ള പരിമിതി വെച്ചുകൊണ്ട് കമ്പനി മന്ത്രാലയം ഇപ്പം നമ്മുടെ മുന്നിൽ എന്താണ് ഉള്ളത്? വൈറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ നിഷേധിക്കപ്പെടാത്ത സത്യം ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സേവനം കൊടുത്തോ ഇല്ലയോ എന്ന് ഡിജിറ്റൽ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാവുന്ന, വളരെ ബൂളിയനായി തെളിയിക്കാവുന്ന ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ തുടങ്ങുക എന്നുള്ളത് നിയമപരമായ ഒരു തെറ്റായ സമീപനമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഈ വിഷയത്തിലെ പൂർണ്ണമായ ചിത്രം വെളിവാകില്ല. അതിനുശേഷം പിന്നെയും കടമ്പകളുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ പോലും SFIO, എന്റെ നേരിട്ടുള്ള ചോദ്യം ശ്രീ ജോസഫ് സി മാത്യു, SFIO വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? SFIOയുടെ ഈ 6 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ക്ലിഫ് ഹൗസിലേക്ക് എത്തി റെയ്ഡ് നടത്തുക എന്ന സാഹചര്യം ഉണ്ടാകും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ ആദ്യത്തേത് തീർച്ചയായിട്ടും സംഭവിക്കും. അത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അവരത് അന്വേഷിക്കും, രേഖകൾ പരിശോധിക്കും. അതിന്മേൽ എന്ത് തീർപ്പ് വരുമെന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള സാഹചര്യമൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. ബിക്കോസ് ദേ ആർ ഡ്യൂട്ടി ബൗണ്ട്. അവരത് അന്വേഷിക്കും, ആ രേഖകൾ വിളിച്ച് പരിശോധിക്കുക മാത്രമല്ല, ന്യായമായി അവർ ഇങ്ങനെ ഒരു സേവനം നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത് 2 സ്വകാര്യ കമ്പനി വേണു. ഇത് ഒരു ചിത്രം മാത്രം ആലോചിച്ചു. ഈ രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ച് പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു ഇതിലെ പ്രശ്നം വീണ ഒരു ഹോളി കൗവാണ്. CMRL അങ്ങനെയല്ല, KSIDC അങ്ങനെയല്ല. അതൊക്കെ സംവിധാനങ്ങളാണ്. അവർക്കൊക്കെ സ്വാഭാവികമായും ഇതിനോട് സഹകരിക്കേണ്ടി വരും. പക്ഷെ വീണയുമായി ബന്ധപ്പെട്ട റെയ്ഡിലേക്കൊന്നും കടക്കില്ല. നോട്ടീസ് അതെന്തായാലും ഉണ്ടാകും. അങ്ങനെ അതിനൊരു സ്വാഭാവികത അതിനും നാം കൊടുക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സഹകരണ പ്രസ്ഥാനമാണ്. വീണ എന്ത് മറുപടി കൊടുക്കണം? KSIDC എന്ത് മറുപടി കൊടുക്കണം? CMRL എന്ത് മറുപടി കൊടുക്കണം?
അത് അങ്ങീ പറയുന്ന പിണറായി വിജയന്റെ ബുദ്ധിയിൽ തന്നെ രൂപപ്പെടുന്നതായിരിക്കില്ലേ? അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം തന്നെയായിരിക്കില്ലേ ഈ കൂട്ടുകക്ഷി സഭ ഈ വിഷയത്തോട് സഹകരിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഈ KSIDCയുമായി ബന്ധപ്പെട്ടൊരു നിയമോപദേശം സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനിൽ നിന്ന് കിട്ടിയെന്ന് പറയുകയുണ്ടായല്ലോ. അത് KSIDCയിലേക്ക് മാത്രമായി പരിമിതപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് ഈ പറയുന്ന എക്സാലോജിക്കിനെ ഏത് രൂപത്തിലാണ് പ്രതിരോധിക്കേണ്ടത് എന്ന ബുദ്ധിയുടെ ഉപദേശത്തിലേക്ക് കൂടെ പോകില്ലേ? അപ്പോൾ ഇതിൽ ചിത്രം കൂടുതൽ ഏത് രൂപത്തിൽ വ്യക്തമാകുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ മൂന്ന് കൂട്ടരും ചേർന്നുകൊണ്ട് ഒറ്റ ഗ്രൂപ്പ് എന്ന നിലയിൽ SFIOയുടെ അന്വേഷണത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ? അല്ല, അത് തീർച്ചയല്ലേ വേണു, അത് കൂട്ടുപ്രതികളാണല്ലോ അവർ. ഞാനത് ആദ്യം മുതലേ പറയുന്നത്. ഇപ്പം ഇവർ സർക്കാരിൻ്റെ വക്താക്കൾ നമ്മളോട് പറയുന്നത് എന്താണ്? കാശ് കൊടുത്ത CMRLനോ കാശ് വാങ്ങിയ എക്സാലോജിക്കിനോ പരാതിയില്ല, പിന്നെ ആർക്കാണ് പരാതി? സേവനം കിട്ടിയില്ല എന്നോ പരാതിയില്ല എന്നാണ് പറയുന്നത്. കൈക്കൂലി കൊടുത്തവർക്കും വാങ്ങുന്നവർക്കും പരാതി ഉണ്ടാകാറില്ല, അതാണ് കൈക്കൂലിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് അവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് പറയുന്നത്. ഇവർ കൂട്ടുപ്രതികളാണ്. വേണു രണ്ടാമത് ചൂണ്ടിക്കാണിച്ചതുപോലെ KSIDCക്ക് വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെലവിൽ ഈ കേസിന് ഡിഫൻസ് തീർക്കും എന്ന് തന്നെയാണ് പറയുന്നതിന്റെ അർത്ഥം. KSIDC നമ്മുടെ ചെലവിൽ തന്നെ നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. CMRലുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഒരു പൊതു താല്പര്യം വെച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ KSIDCക്ക് വേണ്ടിയിട്ടാണ് അവർ എത്തിപ്പെട്ട. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായി അവർക്ക് പലതും ഒളിക്കേണ്ടതിൻ്റെ ഭാഗമായി അവരിതിൽ വന്നുപെട്ടു. അതിൽ നിന്ന് അവർ കൂരിയെടുക്കാനും പൊതു താല്പര്യം വെച്ച് നാം തന്നെ പണം കൊടുക്കണം, അല്ലേ? അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കാണുന്ന കേസുകളിൽ പലതിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുപോലെ KSIDC വഴി ഒരു ഉയർന്ന അഭിഭാഷകരെ എത്ര വേണേലും നിരത്തിക്കൊണ്ട് ഈ അഴിമതി കേസിലെ പ്രതികൾക്ക് ഡിഫൻസ് തീർക്കാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ പണം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേണു നേരത്തെ പറഞ്ഞ പോലെയല്ല, CMRL എന്ന് പറയുന്നത് വീണയേക്കാൾ വലിയൊരു ഹോളി കൗവാണ്. എല്ലാ നേതാക്കന്മാർക്കും വേണ്ടുന്ന ഒരു കറവ പശുവാണെന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല BJP ബന്ധങ്ങളും ഉള്ള ഞാൻ അങ്ങനെയല്ല ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഒരു ഹേമം തട്ടുക എന്ന് പറയുന്നത് ആർക്കായിരിക്കും? വീണ എന്ന് പറയുന്നയാളുമായി ബന്ധപ്പെട്ട് SFIO കടുത്ത നടപടികളിലേക്ക് കടന്നാൽ കഴിഞ്ഞു കൈപൊക്കെയുള്ള ശുദ്ധന്റെ പ്രഖ്യാപനമൊക്കെ ശ്രീ ജോസഫ് സി മാത്യു, ആ ഭാഗമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. വേണു, ഇത് മുഴുവൻ, അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറയുമ്പോൾ ഭാര്യയുടെ പെൻഷൻ കാശും കൊണ്ടാണ് പോയതെന്ന് പറയുന്നു. നമ്മൾ വീട് പണിക്കും പെൻഷൻ കാശിന്റെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ എംപവർ ഇന്ത്യ എന്ന് റിസോർട്ടിന്റെ കാര്യത്തിലും പെൻഷൻ പൈസ തന്നെയാണ് കേട്ടത് ശ്രീ ജോസഫ് സി മാത്യു. റിസോർട്ടിന്റെ കാര്യത്തിലും പെൻഷൻ പൈസ അത് വേറൊരു നേതാവിൻ്റെ ആയതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഇതേ നേതാവിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. വീട് പണിയുടെ കാര്യത്തിലും പെൻഷൻ. അപ്പോൾ ഇതിന് മാത്രം പെൻഷൻ തുകയുണ്ടോ ഒരു അധ്യാപികയ്ക്ക്? രണ്ടാമത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഇതേ വ്യക്തികളുടെ ശ്രീ കർത്തയുടെയൊക്കെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോയ അതിൻ്റെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവന്ന ലോൺ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന പണം അത് മടക്കി കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പുറത്തു വരട്ടെ, അതും അന്വേഷണത്തിൻ്റെ പരിധിയായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം എവിടുന്ന്? അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ പെൻഷൻ തുകയാണെന്ന് മാത്രം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്. SFIO എന്നത് ഒരു ചെറിയ മീനല്ല. അതിന് നല്ല അധികാരങ്ങളുണ്ട്. ആ അധികാരം വെച്ചുകൊണ്ട് കൊടുക്കുന്ന നോട്ടീസിനും അതിൻ്റെ ബലമുണ്ടാകും. വീണ കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ വീണടം വിദ്യയാക്കുന്ന പരിപാടി ഇനി നടക്കില്ല. അപ്പോഴാണ് ഒരു പുതിയ കഥയുമായി മുഖ്യമന്ത്രി തന്നെ വരുന്നത്. സംരംഭക എങ്ങനെയാണ് അമ്മയിൽ നിന്ന് പെൻഷൻ പണം വാങ്ങിക്കൊണ്ട് വിനീതമായൊരു സംരംഭയാകാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നതിൻ്റെ കരളലിയിക്കുന്നൊരു കഥ അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ആ പരിപാടി നടക്കില്ല. ശ്രീ BN ഹസ്കർ, അതിലേക്കുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യുവും ചൂണ്ടിക്കാട്ടിയത്. ഈ വീണയെ എംപവർ ചെയ്തത് കമല മാത്രമല്ല. അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ശ്രീ ജോസഫ് സി മാത്യു. ഒരു 77 ലക്ഷത്തിൻ്റെ കണക്കൂടെ വരുമല്ലോ. ആ എംപവർ ഇന്ത്യ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എക്സാലോജിക്കിനെ പോലെ തന്നെ പെട്ടെന്ന് ഒരു ഘട്ടത്തിൽ അത് അപ്രത്യക്ഷമായി. ഇപ്പോൾ ഈ ലോകത്തില്ല. 77 ലക്ഷം വീണയ്ക്ക് കൊടുക്കുക എന്ന അവതാരോദ്ദേശം പൂർത്തിയാക്കി കർത്തയുടെ ഭാര്യയുടെയും ആ കമ്പനി പിന്നെ ഭസ്മമായി, ഇല്ലാതായി. ഇതെല്ലാം പറയേണ്ടി വരും SFIയോട് ശ്രീ ഹസ്കർ. വേണു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ്
നടാടെയല്ല ഒരു കേസിൽ അന്വേഷണം നടത്താറുള്ളത്. കോർപ്പറേറ്റ് മേഖലയിൽ ഇത് എല്ലായ്പ്പോഴും പല ഘട്ടങ്ങളിലും നടന്നിട്ടുള്ളതാണ്. 2013 കമ്പനി നിയമത്തിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റിന് ശേഷമാണ് 212 സെക്ഷൻ 212 പ്രകാരം SFIOയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എന്ന നിലയിൽ കോർപ്പറേറ്റുകൾക്കിടയിൽ നടത്തുന്ന അന്വേഷണത്തിന് 6 ഘട്ടങ്ങളുമായി ചേർത്തുകൊണ്ട് അത്തരമൊരു അധികാര പരിധി നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായി SFIO അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഏതൊരു അന്വേഷണവും മരവിപ്പിക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. കമ്പനികാര്യ മന്ത്രാലയം നടത്തുന്ന ഈ അന്വേഷണം എല്ലാ അർത്ഥത്തിലും സ്വാഗതാർഹം ആണ് എന്ന് വേണം നാം ഇപ്പോൾ കരുതാൻ. കാരണം കോടതിയിൽ പോലും നിലനിൽക്കുന്ന അന്യായം, ഒരു കോടതിയിൽ പോലും തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി കേസ് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു എടുത്തുചാട്ടം കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു അഭിഭാഷകനാണ്. അല്ലല്ല, കോടതി ഈ വിഷയം ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞത് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ രൂപീകരണം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാണ്. അല്ല എന്നങ്ങ് നിഷേധിക്കുമോ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ നിരീക്ഷണമാണ്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സ്വമേധയാണ് ഈ ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ROC അന്വേഷണത്തിലേക്ക് പോയത്. അതല്ലാതെ കോടതി നിർദ്ദേശിക്കുകയോ കോടതി വരികയോ ചെയ്ത ഒന്നല്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 12-ാം തീയതി ഈ കേസ് വെച്ചിരിക്കുന്നതും കേന്ദ്ര സർക്കാർ, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIO വേണോ വേണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയട്ടെ എന്ന് തീരുമാനിക്കാനാണ്. അതിനു മുന്നേ അവർ തീരുമാനിച്ചു. അതിനെന്താണ് ഒരു അത്യുത്സാഹം? അങ്ങനല്ല. ഇപ്പോൾ സെക്ഷൻ 210 അനുസരിച്ചൊരു എൻക്വയറി നടക്കുന്നു. അതിനു മുമ്പ് 208 കമ്പനീസ് ആക്ടിലെ 208 പ്രകാരം ഒരു അന്വേഷണം നടന്നിരുന്നു. 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ വീഴ്ചകൾ ആ കമ്പനിക്കും സംഭവിച്ചിട്ടുണ്ട്, എക്സാലോജിക്കിനും CMRലും സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തലുകൾ 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഉടൻ തന്നെ SFIOയെ അന്വേഷണം ഏൽപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തടസ്സമൊന്നുണ്ടായില്ല. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരള ഹൈക്കോടതിയിൽ അതു സംബന്ധിച്ച് ഹർജികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ ഹർജിക്ക് സബ് ജുഡീസ് ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അതിരു കടന്ന അവിവേകമായി. അതിനേക്കാൾ അപമാനകരമായ ഒരു കാര്യമല്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? ROCയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു 3-അംഗ സംവിധാനം അന്വേഷിക്കും എന്ന് പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ പറയുമ്പോൾ, അത് ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് KSIDCയും കർത്തയും കൂടെ തോളോട് തോൾ ചേർന്ന് അവിടെ നിന്ന് പറയുന്നത്. ആ ഡയറക്ടർ ബോർഡിലെ അംഗത്വം വെച്ചുകൊണ്ടുള്ള ഈ പറയുന്ന 13.4% ഓഹരിയുടെ ബലത്തിലല്ല അത് പറയുന്നത്. അങ്ങനെയല്ല അത് പറയുന്നത്. KSIDC സ്വതന്ത്രമായി നിന്നുകൊണ്ട് അതിലെ പൊതു താല്പര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം കർത്തയുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് 2 ഇത് മതി. പിന്നെ വീണയ്ക്ക് വേണ്ടിയിട്ട് കൂടെയുള്ള വാദമാണല്ലോ അത്. അതാണ് അവിടെ കണ്ടത്. അതിലെ സ്ഥിരോത്സാഹമോ, ഈ ബന്ധം ഇങ്ങനെ ദൃഢപ്പെടുത്തി നിർത്തുന്നതിലെ നിങ്ങളുടെ സ്ഥിരോത്സാഹമോ, നിങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ അത്യുത്സാഹം മാത്രമല്ലല്ലോ പരിഗണിക്കേണ്ടത്. അങ്ങനെയല്ല. KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ്, ഒരു സംശയമില്ല. പൊതുമേഖലയുടെ താല്പര്യം സംരക്ഷിക്കുമ്പോഴാണ് ആ പേരിന് അവർ അർഹരായിരിക്കുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന എന്ത് തോന്നിയാവസവും അങ്ങനെ തന്നെ കണ്ണടച്ച് അറിയില്ല എന്ന മട്ട് കാണിക്കലല്ല പൊതു താല്പര്യം. ഡയറക്ടർ ബോർഡിൽ അംഗത്വം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് KSIDCക്ക്? അവിടെ പോയി സിനിമ കാണാനോ? അല്ലല്ലോ. ഇങ്ങനൊരു കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നുവെങ്കിൽ ഈ പറയുന്ന ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം വേണം. അങ്ങ് പല വകുപ്പുകളും ഇവിടെ പറയുകയുണ്ടായി. ഇതേ കമ്പനി നിയമത്തിലെ ഒരു വകുപ്പ് 188 സെക്ഷൻ ലംഘനം. എന്താ അത്? ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ അംഗീകാരം നിർബന്ധമായും വേണം. എക്സാലോജിക്കും CMRലുമായിട്ടുള്ള കരാറിൽ ഈ 188 സെക്ഷൻ അത് നിർബന്ധമായും പാലിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ KSIDCയുടെ മഹത്വം പറയരുത്. അങ്ങനല്ല. KSIDC ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ, KSIDC മാത്രമല്ല CMRൽ പലർക്കും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഷെയർ ഹോൾഡേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന നിലയിലാണ് CMRലിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് സെക്ഷൻ 188 പ്രകാരമുള്ള വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ KSIDCയുടെ അംഗമുള്ള CMRലിലെ ഡയറക്ടർ ബോർഡ്? ചോദ്യം നേരിട്ടുള്ളതാണ്. അല്ല, അത് ഞാൻ പറയാം. 188 സെക്ഷൻ 188 പ്രകാരമുള്ള ഏതെങ്കിലും ലംഘനമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത ആ കമ്പനിയുടെ ജനറൽ ബോഡിക്കാണ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് എംപവർ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അപ്രത്യക്ഷമാകുന്നത് സെക്ഷൻ 188 ആരും പാലിക്കാതിരിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഉയരാതിരിക്കുക, ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതാണൊരു കൂട്ടുകക്ഷി സംവിധാനം.
CMRലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടുകക്ഷി സംവിധാനം. വേണു, എംപവർ ഇന്ത്യ പല സ്ഥാപനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് അതിൽ പണം തിരികെ ലഭിച്ചിട്ടില്ലെങ്കിൽ തിരികെ വാങ്ങുക എന്നുള്ളത് ആ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എംപവർ ഇന്ത്യ ഇപ്പോൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. എംപവർ ഇന്റർനാഷണൽ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല. മറ്റൊരു പേരിൽ മറ്റൊരു സ്ഥാപനമായി കുറെ കൂടെ വിപുലീകരിച്ച് ഇല്ല. 2022 പേരുമാറ്റി RBIക്ക് അപേക്ഷ നൽകി പ്രവർത്തനം നിർത്തി. അല്ലെന്ന് ഇതൊക്കെ തട്ടിപ്പല്ലേ? ഒരു പേരിൽ ഒരു കാര്യം ചെയ്യുക. ആ അവതാരോദ്ദേശം എന്തായിരുന്നു? 77.58 ലക്ഷം വീണയ്ക്ക് കൊടുക്കുക. അവതാര ലക്ഷ്യം പൂർത്തിയായി. പേരുമാറ്റി ഈ പറഞ്ഞ എംപവർ ഇന്ത്യ അല്ല RBIക്ക് അപേക്ഷ നൽകി അതിപ്പോ നിലവിലില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ വരട്ടെ. കർത്തയും KSIDC വീണയും എല്ലാം കൂടെ ചേർന്ന് ഈ പറയുന്ന 3 ROC ഉദ്യോഗസ്ഥരുടെ അന്വേഷണം മാത്രം മതി എന്ന് പറയുന്ന സംവിധാനമാണിത്. അവിടെ ഒരു തെറ്റും നിങ്ങൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്കെതിരെ നടക്കുന്ന അന്വേഷണം ശരിയായ ആളുകളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നു എന്നൊരു പരാതിയുമില്ലാതെ ഇവർ സമ്മതിക്കുകയാണ്. ഏത് സംവിധാനം? ഇവർ നിസ്സഹകരിച്ച സംവിധാനം. അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനം വരിക എന്നതല്ലേ നീതിയുടെ ഒരു ശരി. ആ ശരിയിലേക്ക് കടക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ അത്യുത്സാഹം എന്ന് പറയുന്നത്? പിന്നെ മാത്രമല്ല, ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ ഇനി അതിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടെ പരിഗണിച്ചാലും നിങ്ങൾക്ക് അപ്പോഴും ആനുകൂല്യമുണ്ട്. 4 മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ വരെയാണ്. ഏപ്രിലിൽ ഇലക്ഷനാണ്. ഇതിപ്പോൾ 8 മാസമാണ്. അടുത്ത സർക്കാരൊക്കെ വന്ന് സുഖകരമായ ഒരു കാലാവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ അന്വേഷണം ഏതെങ്കിലും ഒരു തലത്തിലെത്തുക. അങ്ങനെയല്ല. ഇതിപ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണം നടത്തുന്നതിന് ഇന്ത്യയിലുള്ള വിവിധ അന്വേഷണ ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിനുള്ള കരുത്തും അതിനുള്ള നിയമപരമായ അധികാരപരിധിയുമുള്ളൊരു സ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായി ഫോറൻസിക് അടക്കം വിവിധ ഘട്ടങ്ങളിലൂടെ അന്വേഷണം നടത്തുന്ന ബാധ്യതയും അതിൻ്റെ ഉത്തരവാദിത്വവും SFIOയ്ക്കുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറെ കൂടെ കാര്യക്ഷമമായ അന്വേഷണമാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ കാലാവധി ഒരുപക്ഷെ 8 മാസം എന്ന് നീട്ടിക്കൊടുക്കുന്നത്. 210 എൻക്വയറി എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ള എൻക്വയറി അതുകൊണ്ടാണ് 4 മാസം നൽകിയിട്ടുള്ളത്. ശരി, അപ്പോൾ പരിമിതമായ അന്വേഷണം മതിയെന്ന താല്പര്യത്തിലായിരുന്നു KSIDC. ഞങ്ങൾ അന്വേഷണം SFIOയുമായി നടത്താം. അല്ലെന്നേ, ഈ ഫോറൻസിക് പരിശോധനയൊക്കെ വെച്ചുകൊണ്ട് സമഗ്രമായി കാലതാമസം എടുത്തുകൊണ്ടുള്ള ഗൗരവതരമായ അന്വേഷണത്തെക്കാൾ പരിമിതമായ അന്വേഷണം മതിയെന്നായിരുന്നു KSIDCയുടെ താല്പര്യം. അങ്ങനല്ല. ഏത് ഏജൻസി അന്വേഷിച്ചാലും സത്യം ഒന്നല്ലേ ഉള്ളൂ. ഏത് ഏജൻസിയും വന്ന് അന്വേഷിക്കേണ്ടത് പറയുകയും ചെയ്യും. ഏറ്റവും പരിമിതമായ ഏതെങ്കിലും ഒരു അന്വേഷണ സംവിധാനം ഉണ്ടെങ്കിൽ അത് മതിയെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യും. ഇതല്ലേ KSIDC ചെയ്തത്? ഒരിക്കലല്ല. 210ഉം 212 എൻക്വയറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 212 എൻക്വയറി, അതായത് SFIO എൻക്വയറി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റിതര അന്വേഷണ ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ കഴിയില്ല. ഇന്ത്യയിലുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യവും അധികാരപരിധിയും SFIOയ്ക്കുണ്ട് എന്നുള്ള ഇവിടെ നിങ്ങൾ ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പിണറായിയും മോദിയും തമ്മിലുള്ള ബന്ധമാണ്. ഏറ്റവും ഒടുവിൽ ഈ കൈകൂട്ടി പിടിക്കലിനെ പോലും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചത് എന്ന് കേരളം കണ്ടതാണ്. എന്തായാലും ഈ വിഷയം അത്ര ഉച്ചസ്ഥായിയിൽ കുഴൽനാടനല്ലാതെ സതീശൻ പോലും ഉന്നയിക്കുന്നതും കണ്ടില്ല. അറിയാൻ കഴിയുന്നത് SFIO എത്തിയപ്പോൾ നിങ്ങൾക്കൊരു നിലപാടിലൊരു മാറ്റം വരുന്നുണ്ട് എന്നാണ്. ഒരു പക്ഷേ നാളെ ഇത് അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ വിഷയമാക്കി നിങ്ങൾ കൊണ്ടുവരാനിടയുണ്ട് എന്നുമാണ് ശ്രുതി പരക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമോ? അതോ ഈ കൈകൂട്ടി പിടിച്ചിരിക്കുന്നു, അത് സൗഹാർദ്ദമാണ്, ഇത് സന്ധിയാണ് എന്ന നിലപാടിൽ തന്നെയാണോ ഈ SFIO അന്വേഷണം വരുമ്പോഴും കോൺഗ്രസിന്റെ നിലപാട് ഈ വിഷയത്തിൽ? ഇതിൽ കോൺഗ്രസിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യകാലം തൊട്ട് ഇതിന് പറയുന്ന ഒരു മറുപടിയുണ്ട്. വീണ വിജയൻ്റെ ഭാഗവും എക്സാലോജി കമ്പനിയുടെ ഭാഗവും കേട്ടിട്ടില്ല, മന്ത്രാലയങ്ങളൊന്നും അന്വേഷണ ഏജൻസികളൊന്നും കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കേൾക്കാനുള്ള ഒരു അവസരം, കുറെ കൂടി വ്യക്തമായിട്ട് കേൾക്കാനുള്ള ഒരു അവസരം, ആ അവസരം നന്നായിട്ട് വീണ തന്നെ ഉണ്ടായി. അതല്ല ജിൻഡോ, അതൊക്കെ ROCയുടെ അന്വേഷണത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭാഗം കേട്ടതാണ്.
തൃപ്തികരമല്ല എന്നതാണ് അവരുടെ റിപ്പോർട്ടും. അതെ അതെ, പക്ഷേ അവിടെ തൃപ്തികരമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെ കൂടി തൃപ്തികരമായിട്ടുള്ള മറുപടി കുറെ കൂടി കൊടുക്കാൻ ലയബിളായിട്ടുള്ളൊരു ഏജൻസിയാണല്ലോ അന്വേഷിക്കാൻ വരുന്നത്. അപ്പോൾ അവർക്കൊരു അവസരം കിട്ടുകയാണ്. 2, മടിയിൽ കനവില്ല എന്ന് തെളിയിക്കാൻ ഒരു അവസരമാണ്. 3-മത്തത്, ഇവരുടെ നിരപരാധികളാണെന്നുള്ള ഇവർ പറയുന്നത്. വീട് പണിയാൻ വേണ്ടിയിട്ട് പെൻഷൻ കാശ് ഉപയോഗിക്കുന്നു, കമ്പനി തുടങ്ങാൻ വേണ്ടി പെൻഷൻ കാശ് ഉപയോഗിക്കുന്നു. ഈ ലോകത്ത് ഇത്രയധികം പെൻഷൻ കാശ് ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുള്ളത് കാരണഭൂതൻ്റെ തറവാട്ടിൽ മാത്രമാണെന്നുള്ള അത്ഭുതം കേരളത്തിൽ. ഇവിടെ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ 5 മാസമായിട്ട് സമരം ചെയ്യുന്ന സാധാരണക്കാരുണ്ട്. അവിടെയാണ് പെൻഷൻ കാശ് കൊണ്ട് ഇത്തരത്തിൽ കമ്പനികൾ തുടങ്ങുന്നു. ആ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു സേവനവും ചെയ്യാതെ കോടികൾ വരുമാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിലെ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ്. അപ്പോൾ ഇവർ ഈ പറയുന്നതൊക്കെ തെളിയിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാകണം, തെളിവുകൾ കൊടുക്കണം, മറുപടി കൊടുക്കണം, എന്നിട്ട് ഇവരെ എതിർക്കുന്ന ആളുകളുടെ മുഴുവൻ നാവടപ്പിക്കണം. അതല്ലേ ചെയ്യണ്ടേ? അതിനു പകരം അന്വേഷണ ഏജൻസികൾ ജിൻഡോ ഇവർക്കൊരു അവസരം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇങ്ങനെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആപ്പിള് തലയിൽ വീഴുന്ന പോലെ അങ്ങ് ഒന്ന് വീഴുകയായിരുന്നില്ല. ഇതിലൊരു ഇടപെടലുണ്ടായിട്ടുണ്ട്. ഷോൺ ജോർജിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്, ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 12-ാം തീയതി ഈ വിഷയം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അഭിഭാഷകർ അവിടെ അറിയിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ആ സമയത്ത് എന്താകും കോടതി പറയുന്നുണ്ടാവുക? ഈ കേസിൻ്റെ നടപടികൾ അവിടെ വെച്ച് തീർപ്പാക്കുന്നു എന്നായിരിക്കും, അല്ലാതെ ഇത് വേണ്ട എന്നൊരു നിലപാടിലേക്ക് പോകില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കോടതിയുടെ അംഗീകാരം കൂടിയുള്ളൊരു അന്വേഷണം എന്നൊരു പ്രാധാന്യം കൂടി ഇതിന് കിട്ടുകയാണ്. പിണറായി കുറെ കൂടെ പ്രതിരോധത്തിലാകുന്ന ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ശക്തമായി AK ബാലൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോടതി നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിക്കും വീണയ്ക്കുമെന്ന്. അതൊരു വലിയ കാര്യമായി ഉയർത്തിക്കാട്ടുകയാണല്ലോ. അവിടെയാണ് SFIO അന്വേഷണത്തിൻ്റെ കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കുമ്പോൾ കോടതി അത് അങ്ങനെ തീർപ്പാക്കിയാൽ കോടതിയുടെ കൂടെ അംഗീകാരത്തോടെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇവരെല്ലാം പോകുന്നു എന്നൊരു പ്രത്യേകത വരുന്നത്. ഇതൊക്കെ നിങ്ങൾ കരക്കിരുന്ന് കാണുകയായിരുന്നേ. അല്ല വേണു, അതിലൊരു AK ബാലൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പിണറായിക്കും കുടുംബത്തിനെതിരെ ഞാൻ ചോദിക്കുന്നത്, മോദി പിണറായിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു പിണറായിയെ പ്രതിരോധത്തിലാക്കാൻ? ആകെ കുഴൽനാടൻ ഒഴിച്ച്. അല്ല, ഈ കുഴൽനാടൻ മാത്രമല്ലല്ലോ, PT തോമസ് MLAയും അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് നിയമസഭയ്ക്കകത്ത് ഇതേ എക്സാലോജി കമ്പനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അല്ല വേണു, അങ്ങനെ കാണല്ലേ. പിന്തുടർച്ചാവകാശം കുഴൽനാടനിലേക്ക് മാത്രമായി ശോഷിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ? അല്ലല്ല, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാർ സംസാരിച്ചല്ലോ. കോൺഗ്രസിൽ ഓരോ കാര്യങ്ങൾ ഉന്നയിക്കാൻ ഓരോ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഒന്നാകെ മാത്യു കുഴൽനാടൻ, പിണറായി വിജയനെയും വീണയും പ്രതിരോധത്തിലാക്കുന്ന SFIO അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് ജിൻഡോ? അല്ല, ഇതിൽ ക്രെഡിറ്റിന്റെ ഒരു പ്രശ്നമല്ലല്ലോ. SFI അന്വേഷണത്തിന്റെ ക്രെഡിറ്റിന്റെ പ്രശ്നമല്ല. SFIO അല്ല, ഇനിയിപ്പോൾ SFI അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും രേഖകൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ആർഷോയൊക്കെയാണല്ലോ. അവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ആവശ്യം എന്താ? വീണ വിജയന്റെ കമ്പനിയിലേക്ക് അനധികൃതമായിട്ട് ഇങ്ങനെ കള്ളപ്പണം വന്നു, അത് വന്നത് ഏത് രീതിയിലാണെന്ന് പൊതുസമൂഹം അറിയണ്ടേ? അല്ലാതെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയതാണ്, ആ കമ്പനിയിലേക്ക് വെറുതെ ഒരു സേവനം കൊടുക്കാതെ പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഇന്ന് AK ബാലൻ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയില്ലേ, കോടതിയിൽ നിന്ന് ഞങ്ങൾക്കെതിരായിട്ട് പിണറായി വിജയന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും എതിരായിട്ട് ഒരു വിധി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുകയാണ്. നിയമവ്യവസ്ഥ അവർക്ക് അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണു കണ്ടില്ലേ? ഇവിടെ 25 ലക്ഷം രൂപ കൊടുത്ത് സംഘപരിവാറിന് ഏറ്റവും വേണ്ടപ്പെട്ട വൈദ്യനാഥൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതി വക്കീലിനെ KSIDC ചുമതല കൊടുക്കുന്ന എന്തിനാ? 156 കോടി രൂപ കേരളത്തിലെ മുഴുവൻ നിയമ സംവിധാനത്തിന് വേണ്ടിയിട്ട് വക്കീലന്മാർക്കും APPമാർക്കും അഡ്വക്കേറ്റ് ജനറലടക്കം കേരളം കൊടുക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് ഒരാളെ പോലും ചുമതലപ്പെടുത്താതെ ഈ 25 ലക്ഷം രൂപ കൊടുത്ത് വൈദ്യനാഥൻ എന്ന് പറഞ്ഞ വക്കീലിന് ഒറ്റ സിറ്റിങ്ങിന് കൊടുത്ത് കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്താ? BJPയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഘപരിവാറുമായി ായത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും നേരിട്ട് തന്നെ ഇടപെടുമോ ഈ കാര്യങ്ങളിൽ? അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉപദേശം എന്ന് പറയുന്നത് KSIDCയിലേക്ക് മാത്രമായിട്ടാണോ ചുരുങ്ങുക? ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ KSIDC ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങളിൽ ഒരേ താല്പര്യത്തോടെ നിൽക്കുന്നത്. KSIDC എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് അത് CMRLൻ്റെ താല്പര്യവുമാണ്, വീണയുടെ താല്പര്യവുമാണ്. അപ്പോൾ നിയമോപദേശം ഒന്നിച്ച് കൂട്ടായിരുന്ന് പങ്കിട്ടെടുക്കുകയായിരിക്കില്ലേ ഉണ്ടാവുക? അല്ല, അതിലൊരു തർക്കമില്ലല്ലോ. മുഖ്യമന്ത്രി ബംഗാൾ യാത്രയും ജ്യോതി ബസു അനുസ്മരണം ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിച്ചത് മുതൽ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ആക്ഷേപം വരുമ്പോൾ ഗവർണർ ഇറങ്ങി റോട്ടിൽ പ്രതിഷേധിക്കുന്നു. അങ്ങനെ പല പൊറാട്ട നാടകങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 25 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നല്ല ചെലവാക്കുന്നത് KSIDCക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് KSIDCയിൽ നിന്ന് CMRLന്റെ ബോർഡ് മെമ്പറായിട്ടിരുന്ന് 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കൊണ്ട് ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരുന്ന ആ ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി സ്വീകരിക്കണം. അവരിൽ നിന്നാണ് 25 ലക്ഷം രൂപ മേടിക്കേണ്ടത്, അല്ലാതെ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നല്ല. വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് 25 ലക്ഷം രൂപ സുപ്രീം കോടതി വക്കീലിന് കൊടുക്കണം എന്തിനാ? എത്രയോ കേസുകളിൽ ഇതുപോലെ. അവിടെയാണ് MV ഗോവിന്ദൻ ചോദിച്ചതും ശ്രീ ജോസഫ് സി മാത്യു ആവർത്തിച്ചതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും
വീണയും CMRലുമായിട്ടുള്ളതിൽ രേഖകളുണ്ട്, പണമിടപാടിൻ്റെ, അല്ലേ? അത് സേവനം കൊടുത്തോ ഇല്ലയോ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ തർക്കമുള്ളത്. അവിടെയാണ് MV ഗോവിന്ദൻ പറയുന്നത് അതേപ്പറ്റി അന്വേഷണം. അതേസമയം ആരാധനാലയങ്ങൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒരു രേഖയും ഇല്ലാതെ കൊടുത്തതുമായി ബന്ധപ്പെട്ട ബഹുകോടികളുടെ കാര്യത്തിൽ ഒരു അന്വേഷണവുമില്ല. അതിനെ എങ്ങനെ കാണുന്നു? അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റിയ കൂട്ടരാണല്ലോ നിങ്ങൾ. ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ SFIO അന്വേഷണം പോലും നിങ്ങളെ സംബന്ധിച്ച് ആ രൂപത്തിൽ പ്രതിരോധത്തിലാകാത്ത സവിശേഷതയുള്ള ഒന്നാണല്ലോ. അല്ല വേണു, ഞങ്ങൾക്ക് അതിലൊരു എതിർപ്പുമില്ലല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട്, പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ? ഒരു കാര്യം ശക്തമായി ഉന്നയിക്കില്ല, എന്നിട്ട് എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അല്ല, കുഴൽനാടൻ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്, എന്നിട്ട് എതിർപ്പുകൾ നേരിടുന്നുമുണ്ട്. നിങ്ങൾ ഒരു കാര്യവും ഉന്നയിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പ് നേരിടേണ്ടി വരുന്നില്ല. ആക്ഷേപമുണ്ടെങ്കിൽ കുഴൽനാടൻ ഉന്നയിക്കില്ല. കുഴൽനാടൻ കോൺഗ്രസിന്റെ MLA ആണ്, അല്ലേ? ഞങ്ങളുടെ അനുവാദമില്ലാതെ, കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ, പിന്തുണയില്ലാതെ കുഴൽനാടൻ ഉന്നയിക്കോ? KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഇതൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട പരാതി എന്തായിരുന്നു? കുഴൽനാടൻ ഇപ്പോൾ എന്തായാലും ഏറ്റവും പിന്നിലിരിക്കുന്ന ഒരാളല്ലേ, പുതുമുഖമായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിയമസഭയിൽ ഏറ്റവും മുൻനിരയിൽ എല്ലാ പ്രിവിലേജോടെയും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? എൻ്റെ പിണറായിക്കെതിരെയും CPM-നെതിരെയും ആ സർക്കാരിനെതിരെയുമുള്ള ഏറ്റവും ശക്തമായ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരുമ്പോൾ അതിനുള്ള പിന്തുണ എനിക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടിയില്ല എന്നാണ്. അപ്പോൾ കുഴൽനാടൻ്റെ ശബ്ദം പാർട്ടിയുടെ ശബ്ദമാണ് എന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞ പശ്ചാത്തലത്തിൽ ആരാണ് അങ്ങനെ തന്നെ വിഴുങ്ങുക എന്നതും നിങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സംശയമാണ്. ജിൻഡോ ജോൺ ചെന്നിത്തലയിലൂടെ മുന്നോട്ട് വന്ന സംശയമാണത്. ശരി. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഉയർന്നൊരു ചോദ്യം, ഈ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ ഒരു വലിയ ആംഗിൾ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് SFIO അന്വേഷണം പോകുന്നില്ല. അതാണ് ഈ അന്വേഷണത്തിൻ്റെ പരിമിതിയായി അദ്ദേഹം പറയുന്നത്. അതാരെ സംരക്ഷിക്കാനാണ്? അതുപോലെ തന്നെ ഇവിടെ ശ്രീ ഹസ്കറും ആവർത്തിച്ചു, ശ്രീ AK ബാലൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് 12-ാം തീയതി കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത് ഈ IT ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് അട്ടത്ത് വെച്ചു കുറേ നാൾ. അത് കഴിഞ്ഞ് പതുക്കെ ROCയുടെ പരിശോധനകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ 3-അംഗ ROC അന്വേഷണ സംഘം വന്നു. അത് മതിയെന്ന് കോടതിയിൽ പറഞ്ഞു. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് SFIO വരുന്നു. അപ്പോൾ ഇങ്ങനെ പല തട്ടിലായുള്ള അന്വേഷണം, എന്നാൽ ആത്യന്തികമായി ഒരു തട്ടിലേക്കും, ഒരു ഉയർന്ന തട്ടിലേക്കും എത്തില്ല എന്നുറപ്പുള്ളൊരു അന്വേഷണം, അത് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അത് നൽകുന്ന സന്ദേശം എന്താണ് ഈ കാര്യത്തിൽ? വേണു, ആദ്യം മുതൽക്ക് തന്നെ അതായത് ഈ ഒരു അന്വേഷണത്തിൽ എന്തെങ്കിലും വിധത്തിൽ അത് നമുക്കൊരു അനുമാനത്തിലെത്തേണ്ട കാര്യമില്ല. ഇത് ഈ ഒരു അന്വേഷണത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയിക്കേണ്ട ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിന് ശേഷമാണ് സ്വമേധയ ROC ഇത് അന്വേഷിച്ചാണ്. സ്വമേധയ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ക്രൈമുകൾ അന്വേഷിക്കുന്ന SFIO അവിടെയാണ് ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 1.72 കോടി ഒരു വീണ, അതിനേക്കാൾ അപ്പുറത്ത് ഈ വീണയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തന്നെ നിജസ്ഥിതി പുറത്തു വന്നേനെ. ED ആണ് അത് അന്വേഷിച്ചിരുന്നത് എങ്കിൽ, അതാണ് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത്. അവിടെ എന്തുകൊണ്ട് ഈ 3-അംഗ ROCയിലേക്ക് ഇത് പരിമിതപ്പെട്ടു? ഇപ്പോഴും ആ അന്വേഷണത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് ഉള്ള രൂപത്തിൽ SFIOയിലേക്ക് അന്വേഷണം പരിമിതപ്പെടുന്നു. അല്ലല്ല, ഇത് നമ്മൾ ഈ കേസിൻ്റെ ഒരു ഫാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇന്നത്തെ നിയമത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത് കമ്പനി ലോ പറയുന്ന പ്രകാരം SFIO ആണ് അന്വേഷിക്കേണ്ടത്. SFIO അന്വേഷിക്കുന്നു. ഇനി നാളെ മേലാൽ ROC കർണാടകയുടെ ശുപാർശ എന്താണ് സാർ? SFIO അന്വേഷിക്കണമെന്നാണോ ശുപാർശ? എന്തായിരുന്നു? ED CBI അന്വേഷിക്കണമെന്നാണ്. അതിലേക്ക് പോകാഞ്ഞത് എന്തുകൊണ്ട്? ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഈ സീരിയസ് ഫ്രോഡ് ഓർഗനൈസേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർ അന്വേഷണത്തിൽ ഇത് കൂടുതൽ പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, കൂടുതൽ ഇതിൽ അന്വേഷണം വേണമെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണം പോകും. എന്തിനാണ് അങ്ങനെ? എന്തിനാണ് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള ഈ അന്വേഷണം? ഇതിന്റെ ആനുകൂല്യം കിട്ടുന്ന ആർക്കാണ്? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാടാണ് എടുക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ എന്തായിരിക്കും ഒന്നാമത് സംഭവിക്കേണ്ടത്? ആർക്കെതിരെയാണോ അന്വേഷണം അവർക്കതിൽ ആശങ്കയുണ്ടാകണം. അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ROCയുടെ അന്വേഷണം വന്നപ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണോ നീങ്ങുന്നത് ആ കക്ഷികളെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ഈ അന്വേഷണം മതിയേ എന്നാണ്. ഇത് എന്ത് തരം അന്വേഷണം?
അല്ല, എന്നിട്ട് ആ അന്വേഷണത്തിൽ ഒതുങ്ങിയോ? അവര് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഈ അന്വേഷണം മതിയേ എന്നുള്ളത്. പക്ഷെ ആ അന്വേഷണത്തിൽ ഒതുങ്ങിയോ? ഭരിക്കുന്നത് ഡൽഹിയിൽ അല്ലെന്നേ, അങ്ങനെ ഒതുങ്ങിയോ എന്ന് ചോദിച്ച് വീരസ്യം പറയാൻ, അല്ലെ അങ്ങനെ വീരസ്യം പറയാൻ എന്ത് ധാർമ്മിക ശക്തിയാണ് ഈ കാര്യത്തിലുള്ളത്? അല്ലെന്നേ, ROC ഞങ്ങൾ ആദ്യം വെക്കുന്നു, അപ്പൊ അവര് പറയുന്നു അത് മതിയെന്ന്. അപ്പൊ പിന്നെ SFIO ഞങ്ങൾ വെക്കുന്നു, അപ്പൊ അവര് അത് മതി എന്ന് പറഞ്ഞാൽ അതിന് മേളിലേക്ക് അന്വേഷണമില്ല. SFIO വന്നപ്പോ അയ്യോ ഞങ്ങൾ പേടിച്ചു. അല്ല, ഒരു സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡ് സാർ, അല്ല ഒരു സെക്കൻഡ്. ഈ അന്വേഷണത്തിനെ സംശയിക്കുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, എന്റെ ചോദ്യം വളരെ ലളിതമാണ്. അല്ല, അങ്ങ് എന്നോട് പറഞ്ഞു അതിൽ ഒതുങ്ങിയോ? അതിലല്ല, ഒരു സെക്കൻഡ്, അതിൽ ഒതുങ്ങാതിരുന്നതിന്റെ കാരണം എന്താകാം അനുമാനിക്കേണ്ടത്? അല്ല, ഒരു സെക്കൻഡ്, ഇവര് പറഞ്ഞു ഇത് മതിയെന്ന്, അപ്പൊ താങ്കൾ പറഞ്ഞു അതിൽ ഒതുങ്ങിയോ? അല്ല, അപ്പൊ ഇനിയിപ്പോ SFIO വരുമ്പോ പറയുകയാണ് അയ്യോ ഞങ്ങൾ ആകെ ഭയപ്പാടിലാണ് ഈ അന്വേഷണത്തിൽ, അപ്പൊ അവിടെ തന്നെ നിൽക്കുമോ? അവിടെയാണ് ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത് ഇതൊന്നുമല്ല വേണ്ട അന്വേഷണം, യഥാർത്ഥ അന്വേഷണം, യഥാർത്ഥ ആളുകളിലേക്ക് എത്തേണ്ട അന്വേഷണം, അത് നടത്തുന്നില്ല നിങ്ങൾ. അല്ല, അത് തെറ്റാണ്. താങ്കൾ പറയുന്നത് പരിപൂർണമായി തെറ്റാണ്. കാരണം ഞാൻ ഒറ്റ സംശയം താങ്കളോട് ചോദിക്കുന്നുള്ളൂ. ഒരു എക്സൈസ് ക്രൈം, വാറ്റ് ക്രൈം പോലീസിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ? കോർപ്പറേറ്റ് നിയമത്തിൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ രാജ്യത്തെ നിയമപ്രകാരം SFIOക്കാണ്. കർണാടക വിഭാഗത്തിന്റെ ശുപാർശ എന്താണ് സാർ? എല്ലാം വിടാമായിരുന്നു. ROC പറഞ്ഞ ശുപാർശ ഇവർ ഈ കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണം കഴിഞ്ഞ് ആവശ്യമെങ്കിൽ അന്വേഷിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേക്ക് ദഹിച്ചോ ഈ വാദം? വേണു, അതിൽ ഈ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ സത്യത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്ത പൈസ ഒന്നും പാർട്ടിക്ക് കൊടുത്ത പൈസ അല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളത് വായിച്ചാൽ. കാരണം CMRLൻ്റെ രേഖകളിൽ തന്നെ ഇത് അവരുടെ ടാലി സോഫ്റ്റ്വെയറിൽ ഇത് വ്യാജ അക്കൗണ്ടുകളുടെ ഗണത്തിൽപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഇത് ഒഫീഷ്യലി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത സംഭാവനയായിരുന്നെങ്കിൽ CMRLൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ അത് പെടുമായിരുന്നു. അത് പെട്ടിട്ടില്ല. അപ്പോൾ ഈ കോൺഗ്രസ് പറയുന്നതും തെറ്റാണ്. ഈ നേതാക്കന്മാരാരും പാർട്ടിക്ക് കൊടുത്ത പൈസയല്ല, ഇവരെല്ലാവരും വാങ്ങിയിരിക്കുന്ന പൈസയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ്. രണ്ടാമത്, ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ഇൻകം ടാക്സിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ നമുക്ക് തന്നിട്ടില്ല. അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ നേതാക്കന്മാരും അതിൽ പെട്ടിട്ടുണ്ടാവും. സംഖ്യ കുറവായിരിക്കും, കാരണം അധികാരത്തിലില്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് CMRL കൊടുത്തിരിക്കാൻ ഇടയുള്ളൂ. അപ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ശീലമുണ്ടെന്നും അങ്ങനെ ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നും പറയുന്ന ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഈ അന്വേഷണം ഇങ്ങനെ ഈ രീതിയിൽ നീങ്ങുന്നത്. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ഹസ്കറും പറഞ്ഞ കാര്യം. ROC അന്വേഷിക്കുന്നു. ROCക്ക് പല്ലും നഖവും ഉള്ള ഒരു ഏജൻസി അല്ല, അവർക്ക് പരിമിതിയുണ്ട്. അതിനെ ലാഘവത്തോടു കൂടി കണ്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ROC ബാംഗ്ലൂരിന് കൊടുത്ത മറുപടി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കമ്പനി ഇടപാടുകളെക്കുറിച്ച് കൊടുത്തു. കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ വീണ കൈപ്പറ്റിയ തുകയെക്കുറിച്ച് ചോദിച്ചിടത്ത് മറുപടി പറഞ്ഞില്ല. അതിൻ്റെ കാരണം ROCക്ക് ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പ്രൊവിഷനില്ല. എക്സാലോജിക്കിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ CMRLനെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് വേണമെങ്കിൽ CMRL കൊടുത്തു എന്നുള്ള രീതിയിൽ അന്വേഷിക്കുക. ഇത് റിസീവ് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിൽ വീണയ്ക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു ആംസ് ലെങ്തിൽ നിർത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ROC പറയുന്നത് ഇത് ED അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് കേന്ദ്ര സർക്കാർ കോടതിയോട് പറഞ്ഞത്? 210 പ്രകാരം അന്വേഷിക്കാം. എന്താ അന്വേഷിക്കാൻ? ഒന്നും അന്വേഷിക്കാനില്ല. കമ്പനി ലോയുടെ പരിധിയിലെങ്കിലും അന്വേഷിക്കണമെങ്കിൽ 212 അന്വേഷിക്കണം. അപ്പോൾ ജസ്റ്റിസ് ഇവിടുത്തെ ദേവൻ രാമചന്ദ്രനാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചെയ്ത ഒരു ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ അറിയിക്കണം, ഒപ്പീനിയൻ അറിയിക്കണമെന്ന് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതുപോലെയല്ല. എടുത്തിരിക്കുന്ന കമ്പനീസ് ആക്ട് അങ്ങ് പറഞ്ഞ പോലെ 212 1A and C ആണ്. അത് ശക്തമല്ലേ? അതെ, 212 SFIOയുടെ അന്വേഷണം. കമ്പനി ലോ പ്രകാരം എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യണമെങ്കിൽ അതിനാകപ്പാടെ പറ്റുക SFIOയ്ക്കാണ്. 210 പ്രകാരമുള്ള നേരത്തെ നിശ്ചയിച്ച അന്വേഷണത്തിന് വെറും ഒരു ഫാക്ട് ഫൈൻഡിങ് മെഷീൻ പോലെ കുറേ കഥ എഴുതി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് 173 പ്രകാരം ചാർജ് ഷീറ്റ് പോലെ പരിഗണിക്കപ്പെടാവുന്ന ഒരു റിപ്പോർട്ട് വരും. വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒഴിഞ്ഞു മാറൽ പ്രയാസമാണ്.
നേരായി അന്വേഷിച്ചാൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, മദ്രാസ് ഹൈക്കോടതി CSI കേസിൻ്റെ ചർച്ചിൻ്റെ കേസ് വന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാണ് ഇത് അതിൻ്റെ വേർഡിങ്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഒപ്പീനിയൻ ചോദിച്ചാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഇത് സീരിയസ് ഫ്രോഡുലൻ കേസാണോ അല്ലയോ എന്നുള്ള അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മുടെ ഹൈക്കോടതിയോട് യെസ് ഓർ നോ ഇത് സീരിയസ് ആണോ അല്ലയോ എന്ന് പറയേണ്ട ഒരു പൊസിഷനിൽ, ഒരു സ്പോട്ടിൽ അവരെത്തി. അപ്പോഴാണ് അവർ SFIO അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അല്ലാതെ കോടതിയെ ചെന്ന് സബ്ജുഡീസ് ആണെന്നൊക്കെയുള്ള വാദം എങ്ങനെയാണ് അഡ്വക്കേറ്റ് ഹസ്കറൊക്കെ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കോടതിയല്ല ഉത്തരവിടുക, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഉത്തരവിടുക. പക്ഷെ അപ്പോഴും അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് സാർ, അല്ല ഇതിലാണ് കൂടുതൽ ശക്തമായ പരിശോധനകൾ നടക്കുക, അത് നടക്കട്ടെ എന്ന് പറയുന്നു. അതെ, ഇതിൻ്റെ പ്രശ്നം വേണു എന്താണെന്ന് ഞാൻ പറയാം. ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്കും അന്വേഷിക്കാൻ കഴിയില്ല. 8 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് 8 മാസം ആവണമെന്ന് നിർബന്ധമില്ല. സെൻട്രൽ ഗവൺമെൻറ് അല്ല അത് നിശ്ചയിക്കുക, SFIO ആണ് നിശ്ചയിക്കുക. അതും കോടതി രാഹുൽ മോഡിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അത് ആദ്യം അന്വേഷണത്തിന് തന്നെ മുതിരുന്നില്ല. പിന്നീട് കോടതിയിൽ വരുമ്പോൾ ROC പറഞ്ഞതിന് ശേഷവും 210 പ്രകാരമുള്ള അന്വേഷണം ഓപ്റ്റ് ചെയ്യുന്നു. കോടതി വീണ്ടും ചോദിക്കുമ്പോൾ SFIOയ്ക്ക് പോകുന്നു. അപ്പോൾ സാധാരണ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരോട് അതിവ്യഗ്രതയോടുകൂടി അന്വേഷണം നടത്തുന്ന കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്തുകൊണ്ടൊക്കെയോ എന്നാലും ശ്രീ ജോസഫ് സി മാത്യു, എന്നാലും ഇന്നലെ കൈ ഉയർത്തി ഈ പറയുന്ന ശുദ്ധനാണെന്ന് പറയലും ഭാര്യയുടെ പെൻഷൻ ഫണ്ട് പറയലും അല്ലേ? അപ്പോൾ എക്സാലോജിക്കിന്റെ ബീജാവാപം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ധനം എവിടെ നിന്ന് അല്ലേ? അതിൻ്റെ ഒരു കഥ പിണറായി മെനഞ്ഞു കഴിഞ്ഞു. ഇന്നലെ തന്നെയാണ് ഈ തീരുമാനവും വരുന്നത്. ഒന്ന് കണ്ടുകൊണ്ടുള്ള ഒരു വിശദീകരണമായിരുന്നില്ല. മുഖ്യമന്ത്രിയാണ്, ഇത് വരുമെന്നറിയാം, അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞതാകില്ലേ? വേണു, അത് എനിക്ക് തോന്നുന്നു സാധാരണ പാർട്ടി പ്രവർത്തകരോട് ഈ പാലോറ മാതാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വേർഷൻ കൊടുക്കുകയാണ്, ഒരു നറേറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് കണക്കുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാതെ അങ്ങനെ അവിടെയാണ് ഒരു സെക്കൻഡ് ശ്രീ ജോസഫ് സി മാത്യു, ഇത് ആദ്യമായി വന്നൊരു ആരോപണമാണ്, ഇദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് എന്ന് വന്നാൽ അങ്ങ് ഈ പറയുന്ന വാദഗതി ഒരുപക്ഷെ എല്ലാവരും അംഗീകരിച്ചേക്കും. അവിടെയാണ് പിണറായി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ സമയമെടുക്കുന്നില്ല. 100ഓളം സിംഗപ്പൂർ യാത്ര, കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടേഴ്സ്, ടെക്നിക്കാലിയൻ്റെ ബിനാമി കമ്പനി എന്ന് പറഞ്ഞ പേരിൽ വന്നത്, ആഡംബര വീട്, ഇതൊക്കെ അദ്ദേഹം പറയുകയാണ്. ഈ പറയുന്ന രാജവെമ്പാലയുടെ തോലുകൊണ്ടുള്ള ഷൂസ്, ഇതെല്ലാം വന്നതല്ലേ? പക്ഷേ ഇത് ഈ പറയുന്ന ഓരോന്നോരോന്നായി ലാവലിനടക്കം ഇത്തരം ആക്ഷേപങ്ങളെ വ്യക്തിപരമായി അതിജീവിച്ചൊരു നേതാവ് കൂടിയാണ് പിണറായി. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അല്ലേ? വേണു, അതായത് എല്ലാ നേതാക്കന്മാരെക്കുറിച്ചും ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോഫോസ്, റാഫേൽ മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാം. എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെയും ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ വരുന്ന ഒരു ആരോപണത്തെയും അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു സെക്കൻഡ് സാർ, അങ്ങനെയല്ലല്ലോ. ഈ ആഡംബര വീട് അത് തൃശ്ശൂരിലെ ഒരു പ്രവാസി വ്യവസായിയുടേതാണെന്ന് തെളിഞ്ഞു. ടെക്നിക്കാലിയ MV രാഘവൻ കൊണ്ടുവന്നതാണ് എന്ന് തെളിഞ്ഞു. ഒരു സെക്കൻഡ്, കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടേഴ്സ് CBI പോയി അന്വേഷിച്ചു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് വന്നത്. അതാരാ പറഞ്ഞ? വേണു പറഞ്ഞായിരുന്നോ കമല ഇന്റർനാഷണലിനെ കുറിച്ച്? ആരാണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല സാറേ ചോദ്യം. കേരളത്തിലെ ഏത് മാധ്യമമാണ് പറഞ്ഞത്? അല്ല, കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് അല്ലല്ല, അവിടെയാണ് ഇത്തരം കാര്യങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ഇടപാട് നടക്കുന്നത് എന്ന് ആ ഘട്ടത്തിൽ വന്നൊരു ആരോപണമല്ലേ? എന്നോട് ആരാണ് എനിക്കിപ്പോ അറിയില്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ അല്ല, ഏത് മാധ്യമ സ്ഥാപനമാണ് പറഞ്ഞത്? എനിക്കറിയാത്തോണ്ടാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ വരുന്ന ഒരു ആക്ഷേപത്തെ അല്ല, വേണു അത് പരിശോധിച്ചാൽ മതി. എനിക്കറിയാവുന്നിടത്തോളം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനവും അത് പറഞ്ഞില്ല. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ അതിങ്ങനെ ടാബുലേറ്റ് ചെയ്തതുപോലെ എല്ലാ ദിവസവും പറയാം. അങ്ങനെ കോടതിയിൽ തെളിയിക്കപ്പെടാത്ത ഈ പറയുന്ന ആഡംബര വീട് അതൊക്കെയോ ടെക്നിക്കാലിയ എന്നൊരു സ്ഥാപനം ഇല്ലായിരുന്നോ? ഉണ്ട്, പക്ഷെ അത് ഇദ്ദേഹത്തിന്റെ ബിനാമി സ്ഥാപനം പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. പക്ഷെ രാഘവനാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. വേണു ടെക്നിക്കാലിയയുടെ കാര്യം, നിങ്ങൾ ആഡംബര വീടിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നിടത്തോളം
ഒരു പ്രവാസി മലയാളിയോ മറ്റോ ഇട്ട ഒരു പോസ്റ്റ്, അത് മേൽ നടപടിയെടുക്കുകയോ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്നിടത്തോളം ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തതായിട്ടോ അവരൊരു ആരോപണമായിട്ട് അത് കൊണ്ടുവന്നതായിട്ടോ എൻ്റെ ശ്രദ്ധയിലില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും ഇതുപോലത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലതും തെളിയിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് അറിയാൻ ശിക്ഷിക്കപ്പെട്ട ആൾ ശ്രീ ബാലകൃഷ്ണപിള്ള മാത്രമാണ്. അപ്പോൾ ഇത് ഈ ഒരു നേതാവിൻ്റെ കാര്യത്തിൽ മാത്രം ഇതിങ്ങനെ ഒരു ലിസ്റ്റ് പോലെ ഏത് ചർച്ചയ്ക്ക് വന്നാലും 1, 2, 3 എന്ന് പറയുകയാണ്. അത് ഞാൻ കുഴപ്പമില്ല, അവരത് പറഞ്ഞോട്ടെ, അത് അവരുടെ ക്യാമ്പയിൻ മെറ്റീരിയലാണ്, അത് പറഞ്ഞോട്ടെ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുകളെ കുറിച്ച് മറുപടി പറയാതിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ശരിയല്ല. ഇത് മറ്റാക്ഷേപങ്ങൾ പോലെയല്ല. എനിക്കറിയാവുന്ന ഞാൻ ആ ആക്ഷേപങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ആക്ഷേപം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തെ ഒരു ഏജൻസി നമ്മുടെ മുന്നിൽ കണക്കുകൾ നിരത്തിയിരിക്കുന്നു. ഈ കണക്കുകൾ നിരത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ഇത് എന്താണെന്ന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. ശരിയാണ്. ഏറ്റവും ഒടുവിൽ ഗവർണർക്ക് മറുപടി പറയാനായി യഥാർത്ഥത്തിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഈ നവകേരള സദസ്സിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഗവർണർക്ക് മറുപടി കൊടുക്കാനാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ചത്. ആ ദിവസം ഈ ചോദ്യം വരികയുണ്ടായി. അപ്പോഴും പറഞ്ഞത് അതേപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല എന്നാണ്. അതേ വ്യക്തി തന്നെയാണ് ഈ പറയുന്ന SFIയുടെ അന്വേഷണം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാകണം അതിന് തൊട്ടു മുമ്പ് നിയമസഭയിൽ നിന്നിങ്ങനെ കൈ ഉയർത്തിയുള്ള ഒരു വിശുദ്ധി പ്രഖ്യാപനം നടത്തിയത്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ വാദം അതേപടി ആവർത്തിക്കുകയാണ് ഒരിക്കൽ കൂടി, അതിൻ്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. അതെല്ലാവരെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങയുടെ മറുപടി? അല്ല വേണു, ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച മാത്യു കുഴൽനാടന് ഈ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കൃത്യമായിട്ട് എണ്ണം നിരത്തി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു ആക്ഷേപമില്ല. അപ്പം നിങ്ങൾ ചില ആളുകൾ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവിടെ നിന്ന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് തടസ്സമില്ലെന്നേ, ആക്ഷേപമില്ല. ഇനി BJP നേതാക്കന്മാരുണ്ടോ, മാധ്യമ സ്ഥാപനങ്ങളുണ്ടോ, മത നേതാക്കന്മാരുണ്ടോ, അന്വേഷിക്കട്ടെ, തർക്കമില്ല. ഇത് ഞങ്ങളുടെ കൈയെല്ലാം ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്ന് പറയുന്ന ആളുകൾ കമ്പനി പൂട്ടി ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണം വരുമ്പോൾ ഈ കമ്പനി ഇത്ര ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനി, MS ഓഫീസും പവർ ബിൽഡറും ഒക്കെ കൊടുക്കുന്ന കമ്പനി, 1,72,00,000 രൂപയുടെ സേവനം നടത്തുന്ന കമ്പനി എന്തുകൊണ്ടാണ് ഡോർമെൻ്റായി എന്നും പറഞ്ഞ് പൂട്ടിപ്പോകുന്നത്? ആ കമ്പനി പൂട്ടിപ്പോകുന്നത് പോലും നിയമവിരുദ്ധമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ ബാധ്യതയില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാധ്യതയില്ലേ? പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ബാധ്യതയില്ലേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സാധാരണ പൗരനായിരുന്നെങ്കിലോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PV അൻവർ എന്ന് പറഞ്ഞ MLA നിയമസഭയ്ക്കകത്ത് ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ ആരോപണം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യല്ലേ? ഞങ്ങൾക്കൊരു പരാതിയില്ലല്ലോ. ഇവിടെ മടിയിൽ കനമില്ല എന്നും പറഞ്ഞ് തോക്കിന് മുമ്പിൽ വിരുമാറ് കാണിച്ചു, കത്തിക്ക് മുമ്പിൽ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ്. അന്വേഷിക്കട്ടെ, കേന്ദ്ര ഏജൻസികളോ സംസ്ഥാന ഏജൻസികളോ അന്വേഷിക്കട്ടെ, അതിൽ തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന ആക്ഷേപം എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് മാറുന്നത്? അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണ്, മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതാണ്, ഈ പാർട്ടിയെ തകർക്കാനാണെന്നൊക്കെ പറഞ്ഞ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഉന്നതരായിട്ടുള്ള CPM നേതാക്കന്മാരും വട്ടമിട്ട് പിടിക്കുകയാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യേണ്ടവർ. കരുവന്നൂരിലെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട്, കരുവന്നൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോഴും ഇതേപോലെ തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം വന്നിട്ട് പറയുന്നത് ഒറ്റ കൊടുക്കരുതെന്ന്. അത്രത്തോളം ഇവർ ഭയപ്പെടുകയാണ്. ഭയക്കുന്നത് കൊണ്ടാണ് മടിയിൽ കനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിന്നെ പെൻഷൻ കാശ് കൊണ്ടാണ് കമ്പനി തുടങ്ങിയെന്നൊക്കെ പറയുന്നത്. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിക്കോ മോളെ എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് തുടങ്ങാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ അവർക്ക് യാതൊരു ഈടുമില്ലാതെ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, 78 ലക്ഷം രൂപ ലോൺ തുടങ്ങിക്കോ കമ്പനി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കമ്പനി എങ്ങനെ തുടങ്ങിയിരിക്കുന്നു? അച്ഛൻ പിണറായി വിജയൻ, പിന്നെ പറയുന്ന AKG സെന്റർ പാളയം, ഇങ്ങനെയാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഒരൊറ്റ DYFIക്കാരനോ ഒറ്റ CPMകാരനോ പോലും ആത്മാഭിമാനമില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അവരുടെ പാർട്ടി AKGയുടെ പേരിലുള്ള പാർട്ടി ഓഫീസ് അവരുടെ കെയർ ഓഫ് അഡ്രസ് ആയിട്ട് വെച്ചിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരാൾ പോലും ചോദിക്കാനുണ്ടോ? ഇത് പണ്ട് VS അച്യുതാനന്ദൻ പണ്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ 42 ലക്ഷം രൂപ അടച്ചതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച അന്ന് വലിയ വിവാദമായിരുന്നു. അന്ന് VSനെ ഇവർ എത്രത്തോളം വരിഞ്ഞു മുറുക്കി ആക്ഷേപിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദനെതിരെ എത്രത്തോളം പരസ്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പിണറായി വിജയനെതിരെ ഒരു നാവ് ഉയർത്താൻ ശേഷിയുള്ള ഒരുത്തൻ പോലും ഈ CPMൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. നാട്ടിലെ മുഴുവൻ ആളുകളെയും ആക്ഷേപിക്കുന്ന ആളുകളാണ്. ഇവരുടെ പാർട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ
പാർട്ടിയെ വേട്ടയാടുന്നതെന്ന് പറയുന്നത് എങ്ങനെയാ? ശരി ശരി, എനിക്ക് ഈ ചർച്ച മുഖ്യമന്ത്രിയുടെ അവസാനിപ്പിക്കേണ്ടതിന് മുമ്പ് ഒരു നിഗൂഢത നമുക്ക് അവശേഷിപ്പിക്കേണ്ടതില്ലേ ഈ ചർച്ച പൂർത്തിയാകുമ്പോൾ? ശ്രീ ജോസഫ് സി മാത്യു, ഒരു പൊതുപ്രവർത്തകൻ എനിക്ക് അയച്ചൊരു മെസ്സേജാണ്. അതായത് ഈ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന കാര്യം പുറത്ത് കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനം ഏതാണ് എന്ന് അങ്ങ് തുടർച്ചയായി ചോദിച്ചല്ലോ. അത് ഈ ക്രൈം നന്ദകുമാർ, ക്രൈം അല്ലേ? അല്ലേ? അതവിടെ വിടാം നമുക്ക്. ശരി, അപ്പോൾ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അതെ അതെ, ശരി, അതിലൊരു അവ്യക്തത നിലനിർത്തേണ്ടതില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്നതേ ഉള്ളൂ. എന്തായാലും SFIO വരുന്ന SFIO എവിടെ വരെ പോകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.